കേരള രാഷ്ട്രീയത്തിൽ വിവരമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയോട് CPM എടുക്കുന്ന നിലപാട് എന്താണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. പിന്നെ എന്ത് മണ്ടത്തരമാണ് പറയണത്. അവിടെ CPM 3-ാം സ്ഥാനത്താണ്. ആയിക്കോട്ടെ, അങ്ങനെ ഞങ്ങൾ 3-ാം സ്ഥാനത്ത് ഇരുന്നോളാം. മഹാമോശമായി പോയി എന്നുള്ള തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ലീഗ് നേതൃത്വം ഇടപെടുകയും പുറത്താക്കുകയും ചെയ്തതാണ് പത്രങ്ങളിലൂടെ വായിച്ചറിയാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് UDFൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്. എനിക്ക് ഈ പിന്നെ അടിസ്ഥാനരഹിതവും സത്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം പിന്നെ ശബരിനാഥൻ ധരിക്കുന്നത് എന്നെപ്പോലുള്ള ഒരു LDFൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെന്നുള്ളതാണ്. അത് ഞാൻ ആ കെണിയിച്ചൊന്ന് വിടാൻ വേണ്ടി ഞാൻ തയ്യാറല്ല. നേമത്ത് മത്സരം അങ്ങനെ കനക്കുകയാണ്. മുന്നണികൾ അരയും തലയും മുറുക്കി പ്രചരണം നടത്തുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വി ശിവൻകുട്ടിക്കെതിരെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള KS ശബരിനാഥൻ പറഞ്ഞ ആരോപണത്തിന് അദ്ദേഹം മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ശബരിനാഥൻ പറഞ്ഞത് മണ്ഡലത്തിൽ UDFും NDAയും തമ്മിലാണ് മത്സരം, LDF ചിത്രത്തിലേ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയാണോ മണ്ഡലത്തിലൊരു സാഹചര്യം? അങ്ങനെയാണ് എന്ന് പിന്നെ ശബരിനാഥൻ ധരിക്കുകയും പറയുകയും ചെയ്തിരിക്കുകയാണല്ലോ. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ, അങ്ങനെയാണോ അല്ലേ എന്ന് സംബന്ധിച്ചിടത്തോളം. യഥാർത്ഥത്തിൽ മറുപടി അർഹിക്കുന്ന വിമർശനമല്ല. അപ്പോൾ അദ്ദേഹം അതിന് കാരണമായി പറയുന്നത് കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്വത്തുപരവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണം, ആ ആരോപണത്തിൽ താങ്കൾ പരാതി നൽകാനോ അല്ലെങ്കിൽ ഒരു രൂക്ഷമായ വിമർശനം എന്ന രീതിയിൽ സംസാരിക്കാനോ തയ്യാറായില്ല. അത് രാജീവ് ചന്ദ്രശേഖരനെ ഭയമായതുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഈ നമ്മുടെ പിന്നെ സ്ഥാനാർത്ഥി UDFൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയം അത്ര മാത്രം അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ രാഷ്ട്രീയം അത്ര അറിയില്ല. അദ്ദേഹം പിന്നെ വളരെക്കാലം സർവീസിലായിരുന്നല്ലോ, ജോലിയിലായിരുന്നു. ബഹുമാനപ്പെട്ട അന്തരിച്ചുപോയ ശ്രീ കാർത്തികൻ്റെ ഒഴിവിലത്തേക്കാണല്ലോ അദ്ദേഹം മത്സരിച്ചത്. അതുവരെ അദ്ദേഹത്തിന് രാഷ്ട്രീയം എന്താണെന്ന് വലിയ വിവരമില്ലല്ലോ. കേരള രാഷ്ട്രീയത്തിൽ വിവരമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയോട് CPM എടുക്കുന്ന നിലപാട് എന്താണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. പിന്നെ എന്ത് മണ്ടത്തരമാണ് പറയണത്. അവിടെ CPM 3-ാം സ്ഥാനത്താണ്. ആയിക്കോട്ടെ, അങ്ങനെ ഞങ്ങൾ 3-ാം സ്ഥാനത്ത് ഇരുന്നോളാം. 2-ാം സ്ഥാനത്തോ 1-ാം സ്ഥാനത്തോ പിന്നെ UDF സ്ഥാനാർത്ഥി കയറിക്കോട്ടെ. നമ്മൾ പറയുന്നത് ഇത്തവണ UDF ഇവരെല്ലാവരെയും മറിച്ച് 1-ാം സ്ഥാനത്തേക്ക് വരും എന്നാണ്. അങ്ങനെ ഒരു ആത്മവിശ്വാസം വച്ചു പുലർത്തുന്നതിന് വേണ്ടിയുള്ള അവകാശം അവർക്കുണ്ടല്ലോ. ഡീൽ ആരോപണം ഇവിടെ ശബരിനാഥൻ വീണ്ടും ഉന്നയിക്കുന്നുണ്ട്. അതായത് വോട്ട് കച്ചവടമാണ് മണ്ഡലത്തിൽ CPM-ഉം NDAയും തമ്മിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് താങ്കളുടെ മൗനം എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് മൗനമെന്ന് അദ്ദേഹം പറഞ്ഞതല്ലല്ലോ. എനിക്ക് ഈ പിന്നെ അടിസ്ഥാനരഹിതവും സത്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം പിന്നെ ശബരിനാഥൻ ധരിക്കുന്നത് എന്നെപ്പോലുള്ള ഒരു LDFൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെന്നുള്ളതാണ്. അത് ഞാൻ ആ കെണിയിച്ചൊന്ന് വിടാൻ വേണ്ടി ഞാൻ തയ്യാറല്ല. മറുപടിയിലൂടെ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്നാണോ? അല്ല, വസ്തുതാപരമായിട്ടുള്ള കാര്യത്തിനാണ് മറുപടി പറയാം. വെറും പച്ച കള്ളം പറയുന്നതിന് മറുപടി പറയേണ്ട ഒരു കാര്യമില്ല. ശരിക്കും ആരൊക്കെ തമ്മിലാണ് മണ്ഡലത്തിൽ മത്സരം? ഒരു ത്രികോണ മത്സരം ഉണ്ടോ? ഇവിടെ യഥാർത്ഥ മത്സരം നടക്കുന്നത് കഴിഞ്ഞ നിയമമണ്ഡലം ഉണ്ടായത് മുതൽ എടുത്ത് നോക്കിയാൽ LDFും NDAയും തമ്മിലാണ് മത്സരം നടക്കുന്നത്. 2 പ്രാവശ്യം പിന്നെ UDFന് കെട്ടിവെച്ച് കാശ് കിട്ടിയില്ല. ആകെ UDFൻ്റെ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി പറ്റിയത് 35,000 വോട്ട് പിടിച്ച ഇപ്പോൾ ലാസ്റ്റ് മത്സരത്തിലാണ്. ഇതാണ് ആ മണ്ഡലത്തിൻ്റെ സ്ഥിതി. ആ സ്ഥിതി മറച്ചു വെച്ചുകൊണ്ട് എന്തെങ്കിലും അബദ്ധം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും വെറും അബദ്ധമാണ് പറഞ്ഞിരിക്കുന്നുള്ളവർ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറുപടി പറയാൻ ഞാൻ തയ്യാറല്ല. ത്രികോണ മത്സരമില്ല. ത്രികോണ മത്സരമൊന്നുമില്ല. മത്സരിക്കുന്നത് LDFും NDAയും തമ്മിലാണ്. മത്സരം കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പം 1-ാം സ്ഥാനത്ത് ഞാനാണെന്ന് ധരിക്കുന്നതിന് വേണ്ടിയുള്ള പിന്നെ അവകാശം ഒരു സ്ഥാനാർത്ഥിക്കുണ്ടല്ലോ. ആദ്യ റൗണ്ട് പ്രചരണമൊക്കെ ഏകദേശമൊക്കെ പൂർത്തിയായ ഘട്ടത്തിലാണ്. എങ്ങനെയുണ്ട് മണ്ഡലത്തിലൊരു സാഹചര്യമൊക്കെ എങ്ങനെയുണ്ട്? LDFന് അനുകൂലമാണ്. LDFന് വോട്ട് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകിച്ച് കാരണമൊന്നും കാണുന്നില്ല. ഗവൺമെൻറ് വിരുദ്ധ വികാരം കാണുന്നില്ല. അഴിമതിയെ സംബന്ധിച്ചിടത്തോളം ഒരു സംഗതി പിന്നെ കാണുന്നില്ല.
വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയവും കാണുന്നില്ല. എൻ്റെ മണ്ഡലത്തിലാണെങ്കിൽ 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. ഞാനൊരു ലേഖ തന്നെ ഒരു പുസ്തകം ചെറിയൊരു പുസ്തകം തന്നെ ഇറക്കിയിട്ടുണ്ട്, ഫോട്ടോ അടക്കം വെച്ചുകൊണ്ട്. അപ്പോൾ വോട്ട് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാരണവും കാണുന്നില്ല. BJPക്കും കോൺഗ്രസിനും വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്രത്യേകിച്ച് കാരണവും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് LDF ജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ മറ്റൊരു കാര്യം, യു പ്രതിഭ കായംകുളത്തെ LDF സ്ഥാനാർത്ഥിയാണ്. അവർക്കെതിരെ ഒരു ആരോപണമല്ല, ഒരു അധിക്ഷേപം എന്ന് പറയാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു പരാമർശം മണ്ഡലത്തിലെ തന്നെ UDFൻ്റെ ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ഇത്? അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് സാംസ്കാരിക ശൂന്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനമാണ്. കേരളത്തിൽ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ സാധാരണഗതിയിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാറില്ല. അത് മഹാമോശമായി പോയി എന്നുള്ള തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ലീഗ് നേതൃത്വം ഇടപെടുകയും പുറത്താക്കുകയും ചെയ്തതാണ് പത്രങ്ങളിലൂടെ വായിച്ചറിയാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് UDFൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, വകുപ്പിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. അതായത് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ പേരിൽ ഒരു സർക്കുലർ പ്രചരിക്കുന്നുണ്ട്. അതായത് വേനലവധി സ്കൂളുകളിൽ 2 മാസം എന്നുള്ളത് വെട്ടിക്കുറച്ച് 1 മാസമാക്കിയിരിക്കുന്നു എന്ന തരത്തിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഒരു സർക്കുലർ ഇറങ്ങുന്നത്. അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിനകത്ത് ഇടപെടൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? KST അടക്കം ആ സർക്കുലറുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ടോ? ഇപ്പോൾ KST പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രക്ഷകർത്താക്കളെയും അധ്യാപകരെയൊക്കെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടിയുള്ളൊരു നീക്കമാണ്. അപ്പോൾ അത്തരത്തിൽ നിയമമണ്ഡലത്തിൽ ഒരു ത്രികോണ മത്സരമില്ല. ഉണ്ടായ കാലം മുതൽ നിയമത്ത് ഇത്തരത്തിൽ LDFും NDAയും തമ്മിലാണ് മത്സരമെന്നും UDF ചിത്രത്തിലേ ഇല്ല എന്നുമാണ് വി ശിവൻകുട്ടി നമ്മോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഉൾക്കടവനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.